തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാനം നിമിഷം തിരക്കിട്ട ചർച്ചകളുമായി മുന്നണികൾ. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. വട്ടംകുളം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം 14 നടക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് മുന്നണികൾ. പല വാർഡുകളിലും പ്രാദേശികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. വട്ടംകുളം പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം 14 നടക്കും. പല വാർഡുകളിലും ഇതിനോടകം സ്ഥാനാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ചില വാർഡുകളിൽ ഇനിയും പൂർത്തീകരിക്കാനുണ്ടെന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്. വട്ടംകുളം പഞ്ചായത്തിലെ CPM സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അടുത്ത ദിവസം നടക്കും. തവനൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള ഏതാനും വാർഡുകളിലെ CPI സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നു. ശേഷിക്കുന്നവ 2 ദിവസത്തിനകം ഉണ്ടാകും. തവനൂർ മണ്ഡലത്തിലെ 82 വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഇതിൽ 60 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ശേഷിക്കുന്നവ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. എടപ്പാൾ പഞ്ചായത്തിലെ CPM സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉടൻ നടക്കും. UDF സ്ഥാനാർത്ഥികളെ ഭൂരിഭാഗവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 വാർഡുകളിൽ കൂടിയാണ് ഇനി ശേഷിക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. കാലടി ഗ്രാമപഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി നിർണയം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ശേഷിക്കുന്ന 2 വാർഡുകളിലെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. ഇവിടെ 3-ാം വാർഡിൽ UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മറ്റൊരു UDF പ്രവർത്തകൻ രംഗത്ത് വന്നത് പാർട്ടിക്ക് തലവേദനയായിട്ടുണ്ട്. നൌഫൽ സി തണ്ടലത്തെയാണ് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ താൻ മത്സരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മാങ്ങാട്ടൂർ മുഹമ്മദ് അലി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടെയാണ് തർക്കം ഉടലെടുത്തത്. നേതാക്കൾ ഇടപെട്ട് മുഹമ്മദ് അലിയെ പിന്തിരിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചിട്ടില്ല. തുടർന്ന് ഇദ്ദേഹം ഇവിടെ സ്വതന്ത്രനായി മത്സര രംഗത്തുണ്ട്. ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ ചിത്രം തെളിയും. ഇതോടെ പ്രചരണവും ഊർജിതമാകും. നിലവിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഓരോ വാർഡുകളിലും കുടുംബയോഗങ്ങളും കൺവെൻഷനുകളും ആരംഭിച്ചിട്ടുണ്ട്. NCV ന്യൂസ് എടപ്പാൾ.